ഈശ്വര. അല്ല, ഇവൻ എന്ത് പേരാ ഇടാൻ പോണത്? പേര് കൊച്ചു പറയാമെന്നല്ലേ എനിക്ക് വാക്ക് തന്നിരുന്നത്. ഇദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നതാ ഉള്ളേ? പേരുകൾക്കാണോ പഞ്ഞം? മുരളീധരൻ, മുകുന്ദൻ, കേശവൻകുട്ടി, ഗോവിന്ദൻകുട്ടി, അങ്ങനെ എത്ര എത്ര ഐശ്വര്യമുള്ള പേരുകളുണ്ട്. അല്ല, കൊച്ചിന്റെ അമ്മയുടെ മനസ്സിൽ എന്നതെങ്കിലും കാണാതിരിക്കത്തില്ല. ആ മുത്തിയമ്മ വന്നൊരു പേരും പറഞ്ഞു പോയതല്ലയോ? എന്നതാ ഓർമ്മയില്ലയോ? ചാപ്പാണീന്ന്. ചാപ്പാടി മുത്തിയുടെ അപ്പന്റെ പേരാത്രേ. പറ്റില്ലാന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ. ചിന്നു, ഇവന് ഒരു ആദിവാസി പേര് തന്നെ വേണമെന്ന് നിനക്ക് നിർബന്ധമുണ്ടോ? എന്ന് വെച്ചാ അവൻ വളരേണ്ടത് ഇന്നത്തെ സമൂഹത്തിലാ. അവനെ ആരും പേര് പറഞ്ഞ് കളിയാക്കരുത്. ഞാനൊരു പേര് പറയാം. കേക്കട്ടെ. കതിരൻ. കൊച്ചിന്റെ അമ്മയ്ക്ക് ഇഷ്ടമായി ഇല്ലയോ? എന്നാ പിന്നെ ഇവനെ നമുക്ക് കതിരൻ എന്ന് തന്നെ വിളിക്കാം. എന്താ? വാ മക്കളെ വാ. അപ്പൂപ്പൻ മോന് പേരിടാൻ പോണു. കതിരൻ, കതിരൻ, കതിരൻ. എന്താ? എവിടാ ഞങ്ങ ചിന്നു? എന്താ മുത്തിയമ്മ പ്രശ്നം? ചിന്നു ഇവിടെ തന്നെയുണ്ട്. ഞങ്ങ ചിന്നുവിനെ കൊണ്ടുപോവാൻ വന്നതാ. കൊണ്ടുപോവാനോ? ഈ അവസ്ഥയെ ചിന്നുവിനെ എങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഞങ്ങ മാറ്റും. ഇവിടുന്ന് ബഹളം ഉണ്ടാക്കരുത്. ചിന്നു നിങ്ങളുടെ കുട്ടിയാണെന്ന പോലെ തന്നെ ഞങ്ങളുടെയും കുട്ടിയാ. ഈ തറവാടിന്റെ ഭാഗം അവള്. അവക്കൊരു ദോഷം വരുന്ന കാര്യം ചെയ്യാൻ ആരെയും ഞങ്ങൾ സമ്മതിക്കില്ല. വെറുവാക്ക് പറയണ്ട ഡോക്ടറെ. ഈ വന്ന ദോഷങ്ങളൊക്കെ നിങ്ങൾ ഒറ്റ ഒരുത്തി സൂചി വെച്ചുണ്ടാക്കിയതാണ്. എന്നിട്ട് പറയണ പോലും ദോഷം വരികയാണ്. അതെ, പറഞ്ഞതൊക്കെ നേര് തന്നെ. ചിന്നുവിന് ദോഷം വരുന്ന ഒന്നും ഞങ്ങളെ ചെയ്യേല. അതിനു വേണ്ടി ആരും ഇങ്ങോട്ട് വരികയും വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ ചിന്നുവിനെ കാണണം. എന്റെ മാളെ ഞങ്ങൾക്ക് കണ്ടേ മതിയാവും. ഇല്ലെങ്കിൽ ഈ പടിയിൽ ഞാൻ തല തല്ലിച്ചാകും. ചിന്നു ഉറക്കവാ. നിങ്ങൾ പോയിട്ട് പിന്നെ വാ. ഒക്കൂല. എന്റെ മോള് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേന്ന് എനിക്ക് ഇപ്പൊ കണ്ടേ മതിയാവൂ. പറഞ്ഞില്ലേ ചിന്നുന് ഒരു കുഴപ്പമില്ലെന്ന്. കുറച്ചു മുമ്പ് ആഹാരം കഴിച്ചൊന്ന് മയങ്ങിയതാ. നിങ്ങൾ പറയുന്നതൊക്കെ കള്ളത്തരം. ചിന്നുവിനെയും കൊച്ചിനെയും നിങ്ങൾ കൊന്നു. ഷോ, ഇതെന്താ പറഞ്ഞിട്ട് മനസ്സിലാവാത്തെ? കരിമ്പം പറഞ്ഞു വിട്ടതാ ഞങ്ങളെ. കൊച്ചിനെ കാണാണ്ട് ചെന്ന വെട്ടുകത്തി എടുത്ത് കരിമ്പൻ തന്നെ ഇങ്ങ് പോരും. ഒറ്റക്കൈ മതി അവരെല്ലാരെയും വെട്ടി നുറുക്കാൻ. കൃഷ്ണൻ ചേട്ടൻ ഇവിടെ ഇല്ല. അതല്ലയോ പിന്നെ വരാൻ പറഞ്ഞേ. സാരില്ല എടുത്തി. മുത്തിയമ്മ അകത്ത് കയറി ചിന്നുവിനും കുഞ്ഞിനെയും കണ്ടോട്ടെ. സംശയങ്ങൾ തീരുമല്ലോ. മുത്തിയമ്മ മാത്രം അകത്തേക്ക് വാ. അയ്യോ എന്റെ പൊന്നുമാളെ. അയ്യോ എന്തൊരു കിടപ്പാടി. എന്റെ മലകാളി എന്തൊരു കിടപ്പാ മോളെ. വെറുതെ അവളെ വിഷമിപ്പിക്കല്ലേ മുത്തിയമ്മേ. അയ്യോ എന്റെ പൊന്നുമാനെ. മുത്തിയമ്മയുടെ പൊന്നുമാനെ. അയ്യോ ചാപ്പാടി. ഇപ്പൊ മുത്തി നിനക്ക് പേര് വിളിക്കാലോ. ചാപ്പാണി, ചാപ്പാണി, ചാപ്പാണി. അയ്യോ, ഇത് എന്നതായി കാട്ടുന്നേ? കുഞ്ഞിന്റെ പേര് വിളിയൊക്കെ കഴിഞ്ഞതാ. കതിരൻ. ആ പേര് നിങ്ങളുടെ പട്ടിക്കിട്ടോ? ഇവൻ ചാപ്പാണിയാ അല്ലേട പൊന്നോനെ. എന്റെ അപ്പന്റെ പേരാ. ഒരു മൂപ്പനായിരുന്നു. നല്ല ഐശ്വര്യമുള്ള പേരാ. പേരിടലിന് കരുമനെ ചെന്ന് വിളിച്ചാണല്ലോ. എന്നിട്ട് ആരും വന്നില്ലല്ലോ അവിടുന്ന്. കുഞ്ഞിന്റെ പേര് ഞങ്ങൾ ഇട്ട് കഴിഞ്ഞു. ആ പേരാ ചിന്നുവിനും ഇഷ്ടം. പേര് വിളിക്കേണ്ടതേ
കൊച്ചിന്റെ അപ്പനാ. അത് ഊരില് വെച്ച് ഊര് മൂപ്പന് കാണിക്ക വയ്ക്കാതുള്ള ഒരു കാര്യവും ഊര് മക്കൾക്ക് പറ്റൂല. മാളെ മാളെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോണ്. അവള് സമ്മതിച്ച്. കുഞ്ഞിനെ ഇങ്ങ് താ. വരുതാ, കറുപ്പാ. കുഞ്ഞിനെ കൊണ്ടുവരൊക്കെയില്ല. മര്യാദയ്ക്ക് കുഞ്ഞിനെ തന്നോണം, അല്ലെങ്കിൽ മുത്തിയമ്മ കുഞ്ഞിനെ കൊണ്ടുപോകും. ചേട്ടത്തി, കുഞ്ഞ് പോയ കുഞ്ഞിനെ രക്ഷിക്ക് പാർക്കുഞ്ഞെ. ചെല്ല്. കർത്താവേ, മലങ്കാളി, മുത്തിയമ്മ ഇവിടെ നിൽക്ക്. കുഞ്ഞിനെ തരാൻ. ഇങ്ങോട്ട് മാറാൻ, അവളെ പിടിച്ച് മാറ്റടാ. മുത്തിയമ്മ കുഞ്ഞിനെ ഇങ്ങ് തരാൻ. ഇങ്ങോട്ട് മാറാൻ. കൊച്ചിനെ തട്ടിയെടുക്കാൻ വന്നാ കൊന്നാളെ, എല്ലാത്തിനും കൊന്നാളെ. എന്താടാ പൊന്നെ, എന്താടാ? ഓ, ഈ മുത്തിയമ്മ മലങ്കാളിയുടെ ബന്ധുവല്ലോ ആന്നോ? ഇതെന്നാ മായ കാട്ടിട്ടാ കൊച്ചിനെ നീരറ്റിന്ന് അടിച്ചെടുത്തോണ്ട് പോന്നേ? മാത്തൂസേ, വേണ്ട സമയത്ത് മലങ്കാളിയാവാ ഈ മുത്തിയമ്മയ്ക്ക് കഴിയും. കൊച്ചിനെയും കൊണ്ടേ വരൂന്ന് പറഞ്ഞു പോയാ കൊച്ചിനെയും കൊണ്ടേ വരൂ മുത്തി. എന്നാലും ഇതെങ്ങനെ സാധിച്ചെന്ന് ഒരു എത്തും പിടിയും കിട്ടണില്ല ഇപ്പോഴും. എന്നതായാലും സമ്മതിച്ച് തന്നിരിക്കണം. എന്നതാടാ മുത്തിയമ്മ പാപ്പം തരാട്ടോ. ചാപ്പാടി. ഇത്തിരി ആട്ടുപാലിരിപ്പുണ്ട്, അത് കൊടുക്കട്ടെ. എന്നതായാലും കൊച്ചിനെ കിട്ടിയല്ലോ. ഇനി ചിന്നു. അതിനു മുമ്പ് ഈ കൊച്ചിന് നീരേറ്റ തറവാട്ടിലുള്ള അവകാശം നീ സ്ഥാപിച്ചെടുക്കണം. അമ്മുക്കുട്ടിയുടെ അവകാശവും പറഞ്ഞ് പ്രദീപൻ സ്വത്തുക്കൾ അടിച്ചെടുത്തില്ലയോ? അതുപോലെ ഈ കൊച്ചിനെ വെച്ച് നീയും ഒരു കളി കളിക്കണം കരുമാ. സ്വത്തിനു വേണ്ടി ഒരു കളി ഞാൻ കളിക്കത്തില്ല. എന്റെ മോന് എന്നെ പോലെ നീ കാട് ധാരാളം മതി. അവകാശം അങ്ങനെ ഒന്ന് വിട്ടുകളയാൻ ഒക്കുവാ? കൊച്ചുറങ്ങി. എന്റെ അപ്പന്റെ അതേ മുഖമായതുകൊണ്ട് ഞാൻ അവന് ചാപ്പാണിന്ന് പേരിട്ടു. ചാപ്പാണിയോ? അതേടാ കരുമ, നമുക്ക് അവനെ ചാപ്പൂന്ന് വിളിക്കാം. കേക്കണോ നിനക്ക് വിശേഷം? നീരേറ്റിലെല്ലാരും കൂടി ഒരു വൃത്തികെട്ട പേരിട്ടു, കാതിരൻ. ആ, അത് നല്ല പേരാണല്ലോ. മുത്തിയമ്മ ഇട്ട പേരെന്തായാലും വേണ്ട. അതെന്താടാ ഞാനിട്ട പേരിനൊരു കുറവ്? അതിന് കുറവേ ഉള്ളൂ. എന്റെ കൊച്ചിനാകേണ്ട ഒരു പേര്. എന്റെ അപ്പന്റെ പേരായത് കൊണ്ടല്ലേടാ നീ അത് വേണ്ടാന്ന് പറയണത്? എന്നെ കൊല്ലേ. ആനക്കാര്യത്തിനിടയിലാണ് ഒരു ചേനക്കാര്യം. ദേ, രണ്ടു പേരും പിടിച്ചില്ലെങ്കിൽ എന്റെ അപ്പന്റെ പേരങ്ങോട്ടിട്, വാറുണ്ണി. അല്ല പിന്നെ പേരും പറഞ്ഞൊരു തമ്മിലടി. എങ്ങനെയും കരുനീക്കം നടത്തി ചിന്നുവിനെ രക്ഷിച്ചെടുക്കാൻ നോക്കുമ്പോഴാ ഒരു മാത്യുസ് പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഇനി എനിക്ക് മേലും കീഴും നോട്ടമൊന്നുമില്ല. ചിന്നുനെ എനിക്ക് വേണം. ഇവിടെ ഈ കുടിയിൽ എൻ്റെ മോൻ്റെ ഒപ്പം വേണം അവള്. ചിന്നുവിനെ ഈ അച്ചായൻ ഇവിടെ എത്തിക്കും. പക്ഷേ പാതി ചത്ത ചിന്നുവിനെയാണോ നീ നിന്റെ മോൻ അമ്മയായിട്ട് കൊടുക്കാൻ പോണത്? അവനെ ഒന്ന് എടുത്തു നടക്കാനോ മുല കൊടുക്കാനോ ഒന്ന് കുളിപ്പിക്കാനോ പറ്റുമോ ചിന്നുവിന്? പണ്ടത്തെ പോലെ ഓടി നടക്കണ ചിന്നുവിനല്ലേ നിനക്ക് വേണ്ടത്? അത് നടക്കണമെങ്കിൽ ഏതെങ്കിലും വലിയ ആശുപത്രിയിൽ കൊണ്ടുപോയി ചിന്നുവിനെ ചികിത്സിച്ചാലേ പറ്റത്തുള്ളൂ. അതിന് കാശ് വേണം. അതും കുറച്ചൊന്നും പോരാ. അതുണ്ടാക്കാനാ ചിന്നുവിനും ഈ കൊച്ചിനും അവകാശപ്പെട്ട സ്വത്തുക്കള് കണക്ക് പറഞ്ഞ് വാങ്ങണമെന്ന് ഞാൻ പറയുന്നേ. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. നീരേറ്റുകാരായിട്ട് തളർത്തിക്കളഞ്ഞ ശരീരമാ ചിന്നുവിൻ്റെത്. അത് നീരേറ്റുകാരുടെ സ്വത്തുകൊണ്ട് തന്നെ നേരെയാക്കണം. അതേടാ കരുമ, എന്റെ മോളെ പണ്ടത്തെ കൂട്ട് കാണണം എനിക്ക്. ഈ മുറ്റത്തും പറമ്പിലും അവൾ ഓരോ പണികളും ചെയ്ത് നടക്കണേ ഇപ്പോഴും എന്റെ കണ്ണി തെളിഞ്ഞിരിക്കുക. നീ മാത്യൂസ് പറയുന്ന പോലെ
എന്താന്ന് വെച്ചാ ചെയ്യ്. ചികിത്സിച്ച് ഭേദമായ ബാക്കി വരണ എന്താന്ന് വെച്ചാ മാത്തൂസ് എടുത്തോട്ടെ. ഇവിടെ ആർക്കും വേണ്ട. ആ ശരിയച്ചായ, ചിന്നുവിൻ്റെ സ്വത്തുക്കൾ ചോദിച്ചു വാങ്ങണം. വാങ്ങിയേ പറ്റൂ. പ്രദീപ് കണക്ക് കൂട്ടുന്നതിന്റെ അപ്പുറത്താ ഇപ്പൊ കാര്യങ്ങള്. അച്ഛൻ നല്ലത് വിചാരിച്ചിട്ടാ പ്രദീപിന് ചിന്നുവിന്റെ സ്വത്തുക്കൾ തന്നെ, അതും അവൾക്ക് വേണ്ടാന്ന് 100 വട്ടം പറഞ്ഞതുകൊണ്ട്. പക്ഷേ ഇപ്പൊ കാര്യങ്ങളൊക്കെ തലതിരിഞ്ഞു. കരിമനിപ്പ ആ സ്വത്തുക്കൾ കിട്ടിയേ തീരൂ. ആ ഊരിലെ ആദിവാസികൾ മൊത്തം ചിന്നുവിന്റെ പ്രശ്നത്തിൽ പേയ് പിടിച്ച അവസ്ഥയില. അറിഞ്ഞില്ലേ, അവരെന്റെ ക്ലിനിക്ക് പൂട്ടിച്ചു. ഞാൻ ചിന്നുവിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നും കാണിച്ച് പോലീസിൽ പരാതിയും കൊടുത്തു. ഇനിയിപ്പോ എല്ലാം കൂടി ഇങ്ങോട്ട് കയറി വന്നാ അതും അനുഭവിക്കേണ്ടി വരും. ഒരിക്കൽ അതുപോലെ വന്ന് ചിന്നുവിന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് പോയി. അയ്യോ, ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. ശ്യാം വേറൊരു അമ്മക്കുട്ടിയും കൊണ്ട് വന്നതിന്റെ വെപ്രാളത്തിലായിരുന്നു ഞാൻ. എല്ലാരും ഇപ്പൊ വെപ്രാളത്തിലാ. ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഞാൻ തന്നെ. ചിന്നുവിന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ മനഃപൂർവ്വം ഞാൻ വിഷമം കുത്തിവെച്ച് ചിന്നുവിനെ തളർത്തിക്കളഞ്ഞുന്നാ അവരുടെ കേസ്. വലിയൊരു തുക നഷ്ടപരിഹാരം ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയെങ്കിലും കൊടുക്കാം. പക്ഷെ ഈ സങ്കടങ്ങളും താങ്ങാനുള്ള കരുത്ത് ഇപ്പൊ അച്ഛനില്ല. പ്രദീപിനെ സഹായിച്ചു പോയതാ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്നും വിചാരിച്ച് വല്ലാതെ നീറുന്ന അവസ്ഥയിൽ അച്ഛൻ. ഞാനിപ്പോൾ എന്താ വേണ്ടത്? അപ്പൊ പിന്നെ സഹായിക്കാൻ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. ചെയ്യാൻ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പ്രദീപിന് അച്ഛൻ എഴുതി തന്ന സകല സ്വത്തുക്കളും അതേപോലെ തിരിച്ച് അച്ഛൻ എഴുതി കൊടുക്കണം. അല്ല, അത് വിഷമിക്കണ്ട. അമ്മുക്കുട്ടിക്ക് സോനയുടെ സകല സ്വത്തുക്കളും കിട്ടും. ഇപ്പൊ അതൊക്കെ നോക്കി നടത്തുന്ന സെലീനയാണെങ്കിലും അതിൽ നിന്നൊരു ചില്ലിക്കാശ് പോലും അവളെടുക്കാറില്ല. ഒക്കെ കമ്പനി അക്കൗണ്ടിലേക്ക് തന്നെയാ പോന്നേ. യഥാർത്ഥ അമ്മുക്കുട്ടി ആരാണെന്ന് തീർച്ചയാവേണ്ട താമസം സകല സ്വത്തുക്കളും അവളുടെ പേരിലാവും. അക്കാര്യം ഇന്നലെ രാത്രി ഞങ്ങള് ചർച്ച ചെയ്ത് തീരുമാനിച്ചതാ. അതുകൊണ്ട് ചിന്നൂന് അവകാശപ്പെട്ട സ്വത്തുക്കള് തിരിച്ചു കൊടുക്കുന്നതിന് പ്രദീപ് ഒരു കാരണവശാലും വിഷമിക്കേണ്ട. അതല്ല ഡോക്ടർ, എൻ്റെ വൈഫിൻ്റെ നിർബന്ധം കാരണം സ്വത്തുക്കളെല്ലാം അവളുടെ പേരിൽ എഴുതി കൊടുത്തുപോയി. അതിനെന്താ, പ്രദീപിന്റെ ഭാര്യയല്ലേ. കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അഞ്ജുവിനോട് ഒക്കെ അച്ഛന്റെ പേരിൽ എഴുതി കൊടുക്കാൻ പറ. മടിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളത് സ്വമേധ തന്നാ വേഗം ചിന്നൂന് തന്നെ എഴുതി കൊടുക്കാം. ഇല്ലെങ്കിൽ കരിമൻ എന്താ ചെയ്തു കൂട്ടുമെന്ന് ഒരു നിശ്ചയമില്ല എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ, പേ പിടിച്ച അവസ്ഥയിലെ ഊരിലെ ആദിവാസികള്. അപ്പൊ പിന്നെ കരിമന്റെ അവസ്ഥ ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. തല്ലാനോ കൊല്ലാനോ ഒരു മടിയില്ലാത്ത സ്വഭാവം. ഞാൻ അഞ്ജുവിനോടൊന്ന് സംസാരിക്കട്ടെ. മറ്റേ കുട്ടി നീയും നന്നായി തമിഴ് പറയുന്നുണ്ടല്ലോ. ബാംഗ്ലൂരിലെ ഹോസ്റ്റലിൽ താമസിച്ച കുട്ടികൾ എങ്ങനെയാ തമിഴ് പഠിക്കുന്നേ? അപ്പോ നീ തമിഴ്നാട്ടിലേതോ അനാഥാലയത്തിൽ വളർന്നതല്ലേ? അല്ല മമ്മി, ഞാൻ ബാംഗ്ലൂരിൽ തന്നെയായിരുന്നു. നിങ്ങൾ നല്ല ഫ്ലാറ്റിലല്ലേ അവിടെ താമസിച്ചേ? പിന്നെന്തിനാ നിന്നെ ഹോസ്റ്റലിലാക്കിയേ? അത് മമ്മിയും ശ്യാമങ്ങളും എപ്പോഴും ഓരോ ജോലി തിരക്കിലായിരിക്കും. എന്നെ നോക്കാൻ അവർക്ക് പറ്റാത്തതുകൊണ്ടാ എന്നെ ഹോസ്റ്റലിൽ ചേർത്തേ. നീ പറയുന്ന ഒക്കെ നുണയാ. മറ്റേ കുട്ടി ഇത് തന്നെയാണല്ലോ പറയുന്നത്. അവളും എങ്ങനെ അമ്മുക്കുട്ടിയായത്? അതെനിക്കറിയില്ല. പക്ഷേ ആദ്യം എന്റെ മമ്മിയെ മമ്മീന്ന് തന്നെ വിളിച്ചിരുന്നേ. ശ്യാമങ്ങളും മമ്മിയും ഹോസ്റ്റലിൽ നമ്മളെ കാണാൻ വരുമ്പോ ഒരേപോലത്തെ ഉടുപ്പുകളാ നമുക്ക് വാങ്ങിച്ചോണ്ട് വരുന്നേ. കളിപ്പാട്ടങ്ങളും ഒരേപോലത്തെയാ കൊണ്ടുതരുന്നേ. സത്യമാണ് നീ പറയുന്നേ? അതെ. അപ്പോ ആരാ ശരിക്കും സോനയുടെ മോള്?